ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോക്ക് എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിലോട്ട് ഞാൻ ആഡ് ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഒരുമിച്ച് ഇത് സ്റ്റഡി ചെയ്യാം. എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോന്നുള്ളത്. പിരമൽ എൻ്റർപ്രൈസസ് എന്നാണ്, PEL എന്ന് സെർച്ച് ചെയ്താലേ വരുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന ചാർട്ട്. നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇപ്പോൾ 3 മന്ത്സ് എടുത്ത് നോക്കുമ്പോൾ 3 മന്ത്സ് നോക്കേണ്ട കാര്യമില്ല, 1 മന്തിൽ വിട്ട് നമ്മൾ തുടങ്ങിയാൽ മതി. ഞാൻ നോക്കുന്നതേ ഉള്ളൂ. ഒരു എം പാറ്റേണിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഒരു നല്ലൊരു മൂവ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഡീപ്പായിട്ട് പോവാം, മന്ത്ലിയിലോട്ട് പോവാം. മന്ത്ലിയിലോട്ട് വരുമ്പോൾ ഓക്കെ, സോൺ എന്തെങ്കിലും വരയ്ക്കാനുണ്ടോ? ഒരു നോക്കട്ടെ. ആ, ഇവിടെ ഒരു ബയസിന്റെ ഒരു സോൺ ഉണ്ട്. ഓക്കെ, സെല്ലേഴ്സിന് ഇവിടെ നിന്നാണ് സെല്ലിങ്. ഓക്കെ, അല്ല, ഒരു മിനിറ്റ്. ഇവിടെ നിന്നല്ലേ ഇപ്പോൾ കറക്റ്റ് സെല്ലിങ് വന്നിരിക്കുന്നത്. ഒരു എക്സ്ട്രാ പുഷ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് മാർക്ക് ചെയ്യാം. അല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതല്ല, അപ്പോൾ ഇത് തന്നെ അങ്ങ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 സോൺ നമുക്ക് മന്ത്ലിയിൽ കിട്ടിക്കഴിഞ്ഞു. ഒരു സെല്ലിംഗ് സോണും ഒരു ബയേഴ്സിന്റെ സോൺ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഉള്ളത് നോക്കാം. കാരണം ഇവിടെ നോക്കുമ്പോൾ ബയേഴ്സ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഏത് മാസം ജൂൺ തൊട്ട് ബയേഴ്സിന്റെ കൺട്രോളിൽ തന്നെയാണ് നിൽക്കുന്നത്. നല്ലൊരു ബൈങ് വന്നിട്ടുള്ള 1-2 തവണ വന്നിട്ടുള്ള സോണാണ് ഇത്. അതുപോലെ സെല്ലിംഗ് വന്നിട്ടുള്ള സോണാണ്. അപ്പോൾ വീണ്ടും ബയേഴ്സ് വരാം. ഓക്കെ, ഇവിടെ നിന്ന് കൊണ്ടുപോയി വീണ്ടും താഴെ വന്നു. ഈ ലോ പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കുകയാണോ? അത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് വീക്ക്ലിയിൽ നോക്കാം. വീക്ക്ലിയിൽ ഓക്കെ, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോക്കാം. വീക്ക്ലിയിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു സോൺ വരുന്നുണ്ട്, ഒരു മൈനർ സോൺ. ഇവിടുന്ന് നല്ല ഫോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പരിഗണിക്കാതിരിക്കുന്നത് ശരിയല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൂടെ പരിഗണിച്ചേക്കാം. കളർ വേറെ വീക്ക്ലി ആണെന്ന് അറിയാൻ വേണ്ടി വേറെ എല്ലാം കൊടുത്താലും. ഓക്കെ, നമുക്ക് ഒരു 3 സോൺ വന്നിട്ടുണ്ട്. മന്ത്ലിയിൽ 2 വീക്ക്ലിയിൽ 1. ഇനി നമുക്ക് എൻട്രി എങ്ങനെ പരിഗണിക്കാം? എന്തെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷ് കാണുന്നുണ്ട്. ഒരു മിനിറ്റ്, നോക്കട്ടെ. ക്യാമ്പിൽ വെച്ച് റിജക്ഷൻ വന്ന ഏരിയ വെച്ച് നോക്കാം. ഓക്കെ, ഇത് നല്ല സോണാണ്. വീക്ക്ലിയിൽ 2 ലെവൽ സെറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഡെയിലിയിൽ പോവാം. ഇത് ബ്രേക്ക് ചെയ്താൽ ഇതുവരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വന്ന് റിജക്ഷൻ എടുക്കാം. ഓക്കെ, ഇവിടുന്ന് റിജക്ഷൻ എടുത്തിട്ട് വേണമെങ്കിൽ തിരിച്ചു പോവാം. ഇത് നോക്കാം, സ്റ്റഡി ചെയ്യുന്നല്ലേ. ഓക്കെ, ഈ സോണിന്റെ ബ്രേക്ക്ഔട്ട് ആവാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. ഈ മൈനർ സോണിന്റെ റിജക്ഷൻ, മൈനർ റിജക്ഷൻ സോണിന്റെ നല്ലൊരു ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് എൻട്രി പരിഗണിക്കാൻ പറ്റിയ ഒരു ലെവലിൽ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സ്വിംഗ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ കൊള്ളാം. ഞാൻ സ്വിംഗ് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ ഫ്രഷ് ആയിട്ട് പഠിക്കുകയാണ്. സ്വിംഗ് ആയാലും ഫ്യൂച്ചേഴ്സിലായാലും ക്യാഷിലായാലും സ്വിംഗിലോട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതാണ്, ഒരുമിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ച് പഠിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവർ എന്തെങ്കിലും സജഷൻസ് കമന്റ്സിൽ പറഞ്ഞാൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്ത് പോവാം. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യത തന്നെയാണ്. ഈ സോണിൽ പുറത്ത് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നല്ലൊരു ക്യാൻഡിലാണ്, വോളിയം ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വെയിറ്റ് ചെയ്യാതൊരു ഏർലി എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എൻ്റെ ഒരു സ്വിംഗിൻ്റെ പ്രൈസ് കണ്ടിട്ടുള്ളൊരു ഇതിൽ ഈ ലോ എസ്സലാക്കി എടുത്തിട്ട് ഒരു 1:2 നോക്കാം അല്ലേ? എന്തെങ്കിലും അഭിപ്രായം കൊണ്ട് പറയണം. നമ്മൾ ഒരുമിച്ച് കാണുന്നവർ എന്തായാലും ഞാൻ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, നല്ല സോൺ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അഥവാ ഇത് ഫെയിലായി താഴെ വന്നു എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഒരു എൻട്രി ഇങ്ങനെ നോക്കാം. ഡെയിലിയിൽ ഈ സോൺ വയ്ക്കാം, ഈ വേറൊരു കളർ ഡെയിലിയിലുള്ളതല്ലേ ഇല്ല, നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. എന്നിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സോൺ പ്രൊട്ടക്റ്റഡായി നിൽക്കുകയാണെങ്കിൽ മുകളിലോട്ട് തന്നെ പോകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇത് ഇവിടുന്ന് മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ്. ഇത് എന്താ ഹോൾഡ് ചെയ്യാതെ പോകുമെന്നാണ് തോന്നുന്നത്. പറയാക്കില്ല, ചിലപ്പോൾ വന്ന് ഇവിടെയൊക്കെ ഒന്ന് റീടെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നേരെ ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് വരാം. എന്തായാലും നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഞാൻ അത് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യും, ട്രാക്ക് ചെയ്യും, പഠിക്കും. ഓക്കെ, ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും നോക്കാവുന്നതാണ്. 4 hours പോയാലോ? ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റി ഇട്ടാണ്. ഓക്കെ, ഉറപ്പായിട്ടും മുകളിൽ തന്നെ പോകാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. നമുക്ക് ഈ സോൺ ഇതിന്റെ പ്രൊട്ടക്ഷൻ സോണാണ്. ഇതിന് താഴെ പോയി നമ്മൾ വേറെ എൻട്രിക്ക് ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ഇത് ബ്രേക്ക്ഔട്ട്, ഇത് എത്ര ലെവൽ ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്? 1140 രൂപ, 1141 എങ്ങാനും നമുക്ക് എൻട്രി ഇട്ട് വെച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. എത്ര വരുന്നാലും റിസ്ക് ഒക്കെ നോക്കാമല്ലോ. 1140 ചെറിയ ടൈം ഫ്രെയിമിലാണെങ്കിൽ ഇത് എസ് വെച്ച് അത് നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ചാണ് റിസ്ക് വരുന്നത്. തോന്നുന്നതല്ല, നമ്മുടെ കയ്യിലുള്ള പൈസ മാനേജ് ചെയ്യുമ്പോൾ റിസ്ക് എടുക്കാം. 1:2 ഒക്കെ നോക്കാൻ അതിൽ കൂടുതൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നിരുന്നാലും ഡെയിലിയിൽ വരട്ടെ, ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു, വീക്ക്ലിയിലാണ്. ഇവിടെ തന്നെ കയറി വന്നാലും എന്താ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് താഴെ കുത്തിരി ഇടിഞ്ഞുവെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇവിടെ ചിലപ്പോൾ റിജക്ഷൻ വരാം. എത്ര പോയിന്റ് ഉണ്ട്? ജസ്റ്റ് 400 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അവിടെയൊക്കെ റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയും വരാം. അപ്പോൾ നമുക്ക് എൻട്രിക്ക് പരിഗണിക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇത് കൂട്ടാം. ഓക്കെ, നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ്. നല്ല ബയേഴ്സിന്റെ പാർട്ടിസിപ്പേഷനും മന്ത്ലിയിൽ നല്ല പാർട്ടിസിപ്പേഷൻ കാണുന്നുണ്ട്, ഡെയിലി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പരിഗണിക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് തന്നെയാണ്. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക, താല്പര്യം പഠിക്കാൻ താല്പര്യമുള്ളവർ. എന്തിനാണ് നമ്മൾ കോഴ്സിനൊക്കെ പൈസ കൊടുത്ത് പഠിക്കുന്നത്? ഇങ്ങനെ ലൈവിൽ വീഡിയോസിലൂടെ നമുക്ക് പഠിക്കാമല്ലോ. പൈസ കൊടുത്ത് പഠിക്കുന്നതിനേക്കാളും നമുക്കൊരു ചാർട്ട് എടുത്ത് നോക്കി അത് വർക്ക് ചെയ്യുന്നതെന്ന് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് അനാലിസിസ് പറ്റും, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതല്ലേ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ. അപ്പം അതാണ് ഈ ചാനലിന്റെ ഉദ്ദേശം, അത് തന്നെയാണ്. അല്ല കോഴ്സ് സെല്ലിങ്ങോ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇത് നല്ലൊരു ക്യാൻഡിലാണ്, ഇത് നല്ലൊരു ക്യാൻഡിലാണ്. ഇന്നത്തെ വേണമെങ്കിൽ ഈ ക്ലോസിംഗിൽ എൻട്രി എടുക്കാന്നുള്ളൊരു എയർലി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ടാത്ത രീതിയിലൊരു എന്താ പറയാ ഒരു ക്യാൻഡിലാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവരുടെ സ്റ്റഡി എന്തെങ്കിലും സജഷൻസ് ഇതിനെപ്പറ്റി ഉണ്ടോ ഇതിലൊക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.